സ്നേഹമുള്ളവരെ, ദമ്പതി വർഷാചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുക. ഈ വർഷം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വക്കച്ചൻ അച്ചാമ്മ ദമ്പതികളെയാണ്. ഈ ആഘോഷങ്ങളുടെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് ഇളങ്ങുന്നപ്പുഴ അച്ഛനാണ്. ഞാൻ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാനുമെൻ കുടുംബവും യഹോവയെ സ്തുതിച്ചിടും, ജീവനുള്ള കാലമൊക്കെ വാഴ്ത്തിടും. ഞാനുമെൻ കുടുംബവും യഹോവയെ സ്തുതിച്ചിടും, ജീവനുള്ള കാലമൊക്കെ വാഴ്ത്തിടും. ദൈവശുശ്രൂഷയെ ഭാഗ്യമായി കരുതിടും, ദശാംശമേകി ദൈവവേല ചെയ്തിടും. ദൈവശുശ്രൂഷയെ ഭാഗ്യമായി കരുതിടും, ദശാംശമേകി ദൈവവേല ചെയ്തിടും. ഞാനുമെൻ കുടുംബവും യഹോവയെ സ്തുതിച്ചിടും, ജീവനുള്ള കാലമൊക്കെ വാഴ്ത്തിടും. അനനിയാ സഫീറയും കപടഭാവമാർന്ന പോൽ സത്യപാത വിട്ടു ഞങ്ങൾ പോകില്ല. അനനിയാ സഫീറയും കപടഭാവമാർന്ന പോൽ സത്യപാത വിട്ടു ഞങ്ങൾ പോകില്ല. ഞാനും എൻ കുടുംബവും ദിവ്യവചനപാതയിൽ നിത്യവും നടന്നു നിന്നെ വാഴ്ത്തിടും. ഞാനും എൻ കുടുംബവും യഹോവയെ സ്തുതിച്ചിടും, ജീവനുള്ള കാലമൊക്കെ വാഴ്ത്തിടും. ഞാനും എൻ കുടുംബവും യഹോവയെ സ്തുതിച്ചിടും, ജീവനുള്ള കാലമൊക്കെ വാഴ്ത്തിടും. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ രൂപതയിലെ ദമ്പതി വർഷത്തോടനുബന്ധിച്ച് മാതൃകാ ദമ്പതികളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇടവകയിലെ കുന്നുമേൽ വക്കച്ചൻ അച്ചാമ്മ ദമ്പതികളെയാണ്. അവരെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദമ്പതി സംഗമവേദീതാ, സങ്കടമൊഴിയും വേളയിതാ, സ്നേഹസുഗന്ധ നിലാമഴയിൽ സാന്ത്വനമൊഴുകും സമയമിതാ, മംഗളസുദിനമിതാ. താങ്ങായി തണലായി കൂടെ നിഴലായി ജീവിത വഴികളന്നവരെ, താങ്ങായി തണലായി കൂടെ
സന്താപ നിമിഷങ്ങളിൽ സമ്പത്തിൽ ദാരിദ്ര്യ ക്ലേശങ്ങളിൽ മയങ്ങാതെ പതറാതെ എന്നെന്നും കൂടെ നിന്നവരെ ഇത് ദാമ്പത്യത്തിൻ വിജയം, ഇത് കുടുംബബന്ധത്തിൻ വിജയം, ഇത് ദാമ്പത്യത്തിൻ വിജയം, ഇത് കുടുംബബന്ധത്തിൻ വിജയം. ആടാം നമുക്ക് പാടാം, ആശംസകൾ നേരാം. ആടാം നമുക്ക് പാടാം, ആശംസകൾ നേരാം. ഇവർക്ക് ആശംസകൾ നേരാം. നേരായി നെറിവായി സ്നേഹനിറവായി നന്മതൻ വിളനിലമായവരെ നീരായി നീരിവായി സ്നേഹനിറവായി നന്മതൻ വിളനിലമായവരെ സംശയരോഗങ്ങളേശാതെ അന്യോന്യം വിശ്വാസം തകരാതെ വിനയത്തിൻ പ്രഭ തൂകി ഏവർക്കും മാതൃകയായവരെ ഇത് ദാമ്പത്യത്തിൻ വിജയം, ഇത് കുടുംബബന്ധത്തിൻ വിജയം, ഇത് ദാമ്പത്യത്തിൻ വിജയം, ഇത് കുടുംബബന്ധത്തിൻ വിജയം. ആടാം നമുക്ക് പാടാം, ആശംസകൾ നേരാം. ആടാം നമുക്ക് പാടാം, ആശംസകൾ നേരാം. ഇവർക്ക് ആശംസകൾ നേരാം. എന്താ അച്ചാമ്മ ഇത്? ഞാൻ ആലോചിക്കുകയായിരുന്നു ജോയ് മോനും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഞാനും ഓർക്കാറുണ്ട്. എന്തായാലും ആദ്യമായി എന്നെ അപ്പച്ചാന്ന് വിളിച്ചത് അവനല്ലേ. ദൈവം എല്ലാം വാരിക്കോരി എനിക്ക് തന്നു. ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്കൊരു മുള്ളു തന്നു എന്ന വേദവാക്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ശരിയാ. ഇന്നലെ ഞാൻ അവനെ സ്വപ്നം കണ്ടു. ആകെ ക്ഷീണിച്ച് കോലം കെട്ടൊരു രൂപം. പിച്ചക്കാരനാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ച് എന്നപ്പോ അവൻ പറയുക, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ അമ്മയുടെ ജോയി മോനാണെന്ന്. നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ തുടങ്ങിയാലോ? അവരെങ്ങാനും പറഞ്ഞാ മതി, അവന്റെ പേര് കേൾക്കുന്നതന്നെ അവർക്ക് കലിയ. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ഒരു വിവരമില്ലല്ലോ എന്റെ കർത്താവേ. എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തി, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി, എവിടെയായാലും അവൻ സുഖമായിരുന്നാ മതിയായിരുന്നു കർത്താവേ. നിലവിളി കേൾക്കുന്നവനാ ദൈവം. അവൻ വരും, വരാതിരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ, കുറച്ചു നേരം പോയി കിടക്ക്, എഴുന്നേക്ക്.
ചോദിച്ചേട്ടാ എന്തോരം പേരയ്ക്ക ഒന്ന് പൊട്ടിച്ചു തരുമോ? പോടി പെണ്ണെ, ആ ശങ്കരൻ നായർ അങ്ങനെ കണ്ട ഓടിച്ചു വിടും. ഇന്നാളെന്നെ അയാൾ ഓടിച്ചതാ. അതിനെ അയാളിപ്പോ പാടത്താവും പശുവിനെ തീറ്റാൻ. ചോദിച്ചേട്ടാ പ്ലീസ് ഒന്ന് പൊട്ടിച്ചു തരുമോ? ആ പിടി നോക്കട്ടെ. പിടിച്ചോ, നിക്ക് ഇട്ടോ. 1 2 3 4. അയ്യോ വേഗം ഇറങ്ങിക്കോ ശങ്കരൻ നായര്. അയ്യോ പെട്ടല്ലോടി. എടാ ഇത് വലിയ ശല്യമായല്ലോ. ഇറങ്ങണങ്ങട്, ഇറങ്ങാൻ. ഞാനില്ലാത്ത നേരം നോക്കി പേരയ്ക്ക് പറക്കില്. ഇറങ്ങണങ്ങട്, ഇറങ്ങാൻ. നീയല്ലടാ ഈ ഓടൊക്കെ പിടിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. എടാ എത്ര നാളായി ഇന്നലെ പിടിക്കാൻ നടക്കണമെന്നറിയോ? ഇനി മേലാക്കന്റെ പറമ്പിക്കണ്ടല്ലോ. ഓടാൻ. എന്തേ പേരയ്ക്ക് ഉടയ്ക്കാൻ ഓടി വീട്ടിൽ പൊടി. ഇനി പരിസരത്ത് കണ്ടുപോരുത്, മനസ്സിലായില്ലേ? അയ്യോ ചോര. ചോദിച്ചേട്ടാ വേണ്ട ചോദിച്ചേട്ടാ. ആ വാക്കച്ചമാപ്പളം നിന്നേ. എന്തോ മാരാ, നിങ്ങളുടെ ചെക്കൻ ചെയ്ത പൂരറിഞ്ഞു. നീ കാര്യം പറയേ. ആ ശങ്കരൻ നായരുടെ പറമ്പിൽ കയറി പേരൊക്കെ പറിക്കണത് അയാൾ കണ്ടു. അയാളെ പിടിച്ച് തല്ലി. നിങ്ങളുടെ മോൻ എന്താ ചെയ്തെന്നാ? കല്ലെടുത്തൊരു കീച്ച കീച്ചി തള്ള പൊളിഞ്ഞ ആശുപത്രിയിലാ. ഇതുവരെ ബോധം വീണിട്ടില്ല. സംഗതി ഗുരുതര. അയാളുടെ ഒരു ബന്ധു പോലീസിലേതൊരു കുളണ്ടറാ. കേസാവെന്ന് തോന്നണേ. അങ്ങനെ വന്നാ കുട്ടികളുടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ചെക്കനെ കുറച്ചു ദിവസത്തേക്ക് മാറ്റി നിർത്തണ ബുദ്ധി, അല്ലെങ്കിൽ സംഗതി വഷളാവൂട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ജോയ്മോനെ ഇങ്ങോട്ട് വന്നടാ. അയ്യോ ഞാൻ തന്നില്ല അപ്പച്ച, തന്നില്ല. നീ മനുഷ്യനൊന്നും ആണെടുത്ത് വരടാ. എന്താ ഇത്? എന്തിനാ നിങ്ങൾ ഈ കൊച്ചിനെ? നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ കൊച്ചിനെ തല്ലണത്? അവനെ ശങ്കരനായുടെ തല കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് അയാൾ ആശുപത്രിയില്ല, ബോധമില്ലാന്ന പറയണേ. എന്റെ മാതാവേ. എന്തായി? ആകെ പ്രശ്നമായി. എന്താ? അയക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ച പോലീസ് കേസാവും. വന്നാ അവനെ കുട്ടികളുടെ ജയിലിൽ കൊണ്ടുപോകും. ഒന്നെണീറ്റ്, നമ്മുടെ ജോയിമാനെ കാണാനില്ല. അമ്മച്ചി അപ്പച്ചൻ ഭക്ഷണം കഴിക്കാൻ വാ, അവരിരുന്നു. മോള് പൊക്കോ, ഞങ്ങള് വരാം. എന്താ ഇവർക്കൊരു മൂഡ് ഓഫ്? പുന്നാര മോനെ കുറിച്ച് ഓർത്ത് കാണും.
നീ ഇരിക്കണില്ലേ മോളി? ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മച്ചി. ചേട്ടാ. ആ അപ്പച്ച, ഇതെന്റെ ബോസ് തന്ന അയച്ചതാ. ഇതിന്റെ വില കേട്ടാ ഞെട്ടും. 8 വലിയ കാന്തിയാ. വേണ്ട മക്കളെ, അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞാ എതിര് പറയരുത്. എന്താ അപ്പച്ച? ഇനി നമ്മുടെ വീട്ടില് മദ്യം കുടിക്കാനോ വിളമ്പാനോ പാടില്ല. മാതൃകാ ദമ്പതിപ്പട്ടം കിട്ടിയ നമ്മുടെ ഈ കുടുംബം തന്നെ അതിനൊരു മാതൃകയാവട്ടെ. അപ്പച്ച അത് ഒരതും ഇതും ഇല്ല. അപ്പച്ചൻ പറഞ്ഞതാ ശരി. ഇങ്ങനെ ഒരു സാധനം ഇനി ഇവിടെ കണ്ടുപോകരുത്. അപ്പച്ച, അപ്പച്ചന്റെ 65ാം പിറന്നാൾ ആഘോഷം വലിയൊരു സംഭവം ആക്കണമെന്നാ വൈക്കോ ക്ലബ്ബുകാർ പറയണത്. അതിനെപ്പറ്റി പറയാൻ പ്രസിഡന്റും സെക്രട്ടറിയും അപ്പച്ചനെ കാണാനിരിക്കുന്നുണ്ട്. ഒരാഘോഷവും വേണ്ട, ഒരു പാട്ടുകുർബാനയും ഒരു ലാലാഖയും. ആഘോഷം അത് മതിയാവും. പിന്നെ ബ്ലെസ്സേ ഹോമിലേക്ക് ഒരു 5 ലക്ഷം രൂപ വികാരിയച്ഛനെ ഏൽപ്പിക്കുക, അത്രമാത്രം. അച്ചാമ്മച്ചെടുത്ത് ഇതുവരെ പോയില്ലേ? എന്റെ ജോയിമ പോയിട്ട് ഇന്നേക്ക് 25 കൊല്ലം തികയണച്ചു. അതേപ്പറ്റി മാതാവിനോട് കുറെ പറഞ്ഞു, പിന്നെ കുറെ കരഞ്ഞു. ചേട്ടത്തി ഇങ്ങനെ നിരാശപ്പെടണ്ട, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. 30ഉം 40ഉം വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്നവരുടെ വാർത്ത നാം കേട്ടിട്ടില്ലേ? ചേട്ടത്തി കരയാതിരിക്കുക. ചേട്ടത്തിയുടെ പ്രാർത്ഥന മാതാവ് കേൾക്കാതിരിക്കുവോ? അവൻ വരും, സമാധാനമായിട്ടിരിക്കും. ആ ചേച്ചിക്കൊരു കത്തുണ്ട്. കത്തോ? രജിസ്റ്റേർഡ് കത്താ, ഇതൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. ആ ഇനി നീ കളി. നിങ്ങൾ പോയിരുന്ന് പഠിച്ചേ മക്കളെ. പരീക്ഷ ആയാലും ഈ കളി തന്നെ. ഈ അമ്മാമ്മയെ കൊണ്ട് തോറ്റു. എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട്, രജിസ്റ്റേർഡാ, നോക്കിയേ. ഒരു കൊന്ത. അപ്പച്ച, അമ്മച്ചി, ഞാനാ ജോയിമോൻ. അധികം വൈകാതെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതോടൊപ്പം ഞാൻ അന്നെടുത്ത അമ്മച്ചിയുടെ കൊന്തയും വയ്ക്കുന്നു. ഇതായിരുന്നു എന്റെ ശക്തി. നമ്മുടെ ജോയിമോന്റെ കത്ത്. ജോയിമോന്റെ കൊന്ത ഇത് ഭരണങ്ങാരത്തുനിന്ന് വാങ്ങിയ കൊന്തയാ. ഇതവൻ കളയാതെ സൂക്ഷിച്ച് നമുക്ക് അയച്ചു തന്നിരിക്കുക. ദേ നോക്കിയേ, ഇതാ കൊന്ത തന്നെയാ. നമ്മുടെ മോൻ. എന്തോ എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ആ കൊന്ത അമ്മച്ചിടന്നല്ലേ പറഞ്ഞു. ഇക്കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാ. ഒരുപക്ഷെ ഇത് അങ്ങനെയുള്ളതും ആയിരിക്കും. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ഒരു കാരണവശാലും അയാൾ ഈ പടി ചവിട്ടാൻ അനുവദിക്കരുത്. നമ്മുടെ ജെയിംസ് ചേട്ടനെ വിവരം അറിയിക്കണ്ടേ? അപ്പച്ചന്റെ 65ാം പിറന്നാൾ വരാമെന്നാ ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത്. അയ്യോ, അതൊന്നും ശരിയാവില്ല. പെട്ടെന്ന് ഇങ്ങ് വരാൻ പറയണം. പിന്നെ അളിയനെ പെങ്ങളെ വിവരം അറിയിക്കണം. ആ ശരിയാ, ഇപ്പൊ തന്നെ വിളിക്കാം.
എടി, നിന്റെ പുറപ്പെട്ടു പോയ ജോയ്മോൻ ചേട്ടൻ വരുന്നുണ്ടെന്ന് ലെറ്റർ ഉണ്ടായിരുന്നെന്ന്. ജോയിച്ചേട്ടനോ? വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത് ജോയ്മോൻ തന്നെയാണെന്ന് എന്തെത്ര ഉറപ്പ്? ആ കൊന്ത, അതാണ് അമ്മച്ചിയുടെ വിശ്വാസം. ജോയ്മോൻ തന്നെയാണ്. അമ്മച്ചി പണ്ട് ഭരണകാലത്ത് വാങ്ങിച്ചതാ. ഇനിയിപ്പോ ജോയിമോൻ തന്നെയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അത് തന്നെ എന്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ജെയിംസ് കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓരോ കുരിശുകൾ വരുന്ന വഴിയെ മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വീടിന്റെ പടി കയറ്റില്ല, പോരെ? അത് തന്നെ വേണ്ടത്. എന്തു വന്നാലും ഈ പടി കയറ്റരുത്. അതെ അതെ. അവിടെ വയ്ക്കേ. മോളി ഒരു പൂരം അറിഞ്ഞോ? എന്ത് പൂരം? ധൂർത്തപുത്രന്റെ തിരിച്ചു വരവേ. ധൂർത്തപുത്രനോ? ആ, ജോയിമാൻ 10-25 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. എല്ലാം നശിച്ചൊരു പരുവായപ്പോ വീട്ടിലേക്ക് തിരിച്ചു വരിക അത്രേ. അത് സന്തോഷമുള്ള കാര്യല്ലേ? നഷ്ടപ്പെട്ട ചേട്ടനെ തിരിച്ചു കിട്ടല്ലേ? ഓ, ഇങ്ങനത്തെ ചേട്ടന്മാരുണ്ടായിട്ട് എന്താ കാര്യം? ഒരുപക്ഷെ ആള് വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരണമെങ്കിലോ? ഓ പിന്നെ, പണക്കാരനായെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരുമോ? വല്ല പെണ്ണും വടക്കുഴയായിട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടില്ലേ? അയാളെ ഈ പടി കയറ്റില്ലെന്നാ ജോണേട്ടൻ പറയുന്നത്. അതെ അതെ, ജോസേട്ടനും വാശിക്ക് ഒട്ടും മോശമില്ല. നമ്മളൊക്കെ ഒറ്റ കെട്ടായി നിന്നാ അങ്ങേര് ഇങ്ങോട്ട് വരില്ല, വന്നാലിട്ട് വാഴയില്ല. മോളി, ആ ദേ അമ്മച്ചി വിളിക്കുന്നു, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. മോളിക്കുട്ടിക്ക് ജോയിയോട് എന്താ ഇത്ര സിമ്പതി? അതെ അതെ. ആന്റപ്പനോ? ആ. എപ്പോ വന്നു? ജോയ്മോൻ വരുന്നുണ്ടെന്ന് കേട്ടു. ആ, അവന്റെ കത്തുണ്ടായിരുന്നു. ഓഹോ, എല്ലാവർക്കും സന്തോഷമാകുന്ന വിചാരിച്ചെ. ഇപ്പൊ നേരെ തിരിച്ചായി. അമ്മച്ചിക്ക് ഉറപ്പുണ്ടോ ഇത് ജോയിമോന്റെ കത്താണെന്ന്? എനിക്ക് ഉറപ്പാ, ഇത് ഭരണങ്ങാനത്തുനിന്ന് വാങ്ങിച്ച കൊന്തയാ. ഒരു കൊന്ത എഴുത്തു. നീ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തുപോയി. അവൻ ഇപ്പോഴും ഒന്നും മറന്നിട്ടില്ല. അന്ന് മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് വേദോപദേശം പഠിപ്പിക്കാൻ വന്ന ചെമ്മാശനാ അവനെ ഈ പാട്ട് പഠിപ്പിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ജോയി വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൻ അവരുടെ മൂത്ത ചേട്ടനല്ലേ? അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത്രേ. എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാകും. നമ്മുടെ മക്കളല്ലേ. എങ്കിൽ നന്നായി. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ വികാരി അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ബ്ലസ് ഹോമിലേക്കുള്ള ചെക്കിന് വൈകിക്കണ്ട. പോയിട്ട് വരാം. അപ്പച്ച, എന്താ ഇത്ര പെട്ടെന്ന്? ജോയിമോന്റെ വിവരം അറിഞ്ഞിട്ടാണോ? അതെ. അല്ല അപ്പച്ച, 10-25 വർഷത്തിന് ശേഷം ഒരാൾ കയറി വന്ന്
ഞങ്ങളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എനിക്കും അപ്പച്ചനും വിശ്വാസമാ അത് ഞങ്ങളുടെ ജോയിമോൻ തന്നെയാണെന്ന്. എന്റെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമാ കർത്താവ് അവനെ എനിക്ക് തിരിച്ചു തന്നത്. എന്നാലും അമ്മച്ചി, നിങ്ങൾക്ക് അവനെ മാനസികമായി അംഗീകരിക്കാൻ പറ്റില്ലെന്ന് വെച്ച് ഞങ്ങൾക്കതിന് കഴിയില്ല. കാരണം ഞങ്ങൾ അവൻ്റെ അപ്പച്ചനും അമ്മച്ചിയുവാ. പിന്നെ ആരോടും തർക്കിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളിപ്പോ. ഞങ്ങൾക്കിപ്പോ അല്പം സ്വസ്ഥത വേണം. അപ്പൂപ്പ പത്രം. ആ അതെ, എന്താ അച്ഛാമ്മേ? ജെയിംസ് കുട്ടി ഇത്ര പെട്ടെന്ന് വന്നത് എന്തിനാണെന്നറിയോ? സ്വത്ത് ഭാഗിക്കുന്നതിനെ കുറിച്ച് പറയാനാ. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ജോയിമാൻ വരികയല്ലേ, അവൻ വന്നാ ഇവരുടെ പങ്ക് കുറയില്ലേ? അവൻ വന്നാ അവനും തുല്യ പങ്ക് കൊടുക്കണം, അതല്ലേ ശരി? അതെങ്ങനെ ശരിയാവും അപ്പച്ച? ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. മറ്റാരും അല്ലല്ലോ, അവനും എന്റെ മകൻ തന്നെയാ. നിങ്ങൾ സമ്പാദിച്ചത് വേണ്ട, എനിക്കുള്ളത് അതെന്റെ ഇഷ്ടം പോലെ ചെയ്യാമല്ലോ. അപ്പച്ചന്റെ സ്വത്ത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. അത് എവിടുന്നെങ്കിലും കയറി വരുന്നവന് കൊടുക്കാനുള്ളതല്ല. അതെ, എന്തായാലും ഭാഗം വെപ്പ് ഉടനെ നടത്തണം. അളിയൻ പറഞ്ഞത് അതിന്റെ ഒരു ശരി. ഇനി വെച്ച് നീട്ടുന്നത് നല്ലതല്ല. എന്ത് വെച്ച് നീട്ടുന്ന കാര്യം ആന്റപ്പ നീ പറയുന്നത്? ഇതെന്താ എലാസ്റ്റിക് വല്ലോ ആണോ? അളിയൻ പറയണതേ സ്വത്ത് ഭാഗിക്കുന്ന കാര്യത്തെ പറ്റിയാ. ഈ വരുന്നത് നിങ്ങളുടെ മോൻ തന്നെയാണെന്ന് എന്തത്ര ഉറപ്പ്? ഇങ്ങനെയാണോടാ അപ്പച്ചനോട് പറയുന്നത്? പിന്നെ എങ്ങനെ പറയണം അമ്മച്ചി? നീ നിന്റെ അപ്പന്റെ മകനാന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? നിന്റെ അമ്മച്ചി പറഞ്ഞതല്ലാതെ. അപ്പച്ച, സ്വത്ത് ഇപ്പൊ ഭാവിക്കുന്നില്ല. വിണ്ണിൻ മേഘഛായയിലന്തി പകലുരുകുന്നേ, ഇരുളിൻ മുകിലിൻ വീതിയിലന്ത്യ സ്വപ്നമൊടുങ്ങുന്നേ. വിണ്ണിൻ മേഘഛായയിലന്തി പകലുരുകുന്നേ, ഇരുളിൻ മുകിലിൻ വീതിയിലന്ത്യ സ്വപ്നമൊടുങ്ങുന്നേ. കരളിലെ കനവിൻ കതിരുകളെല്ലാം വാടിക്കൊഴിയുന്നു, പടുതിരി പോലെ ഹൃദയച്ചിമിഴ് നീറിയണയുന്നു. നെഞ്ചിനുള്ളിൽ തുടിച്ചുണർന്ന മധുര താരാട്ട്, നെഞ്ചിനുള്ളിൽ തുടിച്ചുണർന്ന മധുര താരാട്ട്, താളപ്പിഴകളിലാഴ്ന്നു ചേർന്ന് കാലം പാടുന്നു. ആത്മസ്നേഹതീർത്ഥമെല്ലാം ഉറഞ്ഞു തീരുമ്പോൾ അന്ധകാര പരപ്പുനീളെ പേക്കിനാവുകളാടുന്നു. കാഴ്ചതൻ ജീവിത നടനം മൂകത നീർത്തുമ്പോൾ
മണ്ണിൻ മടിയിൽ പദചലനങ്ങൾ ഇടറിപ്പതിയുന്നു. ഊറിക്കൂടും കണ്ണുനീർക്കണം അടർന്നു വീഴുമ്പോൾ പഴകിയ ഓർമ്മതൻ കുളിരൊളിയെല്ലാം ചിതറിപ്പോകുന്നു. വിണ്ണിൻ മേഘഛായയിലന്തി പകലുരുകുന്നേ, ഇരുളിൻ മുകിലിൻ വീതിയിലന്ത്യ സ്വപ്നമൊടുങ്ങുന്നേ. കരളിലെ കനവിൻ കതിരുകളെല്ലാം വാടിക്കൊഴിയുന്നു. പടുതിരി പോലെ ഹൃദയച്ചിമിഴ് നീറിയണയുന്നു. അമ്മച്ചി എന്താ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടാ മോളെ ഇത്. എന്റെ മോൻ വരും അറിഞ്ഞപ്പോ. ഇപ്പൊ അതൊന്നും ഓർത്ത് അമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചി വന്നേ, ഭക്ഷണം കഴിക്കാം. അവരൊക്കെ കഴിച്ചു. ചോറുണ്ണാൻ നേരത്ത് അപ്പച്ച അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇനിയിപ്പോ രണ്ടടുപ്പ് വേണ്ടി വരുമോ? അമ്മച്ചി വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. പുന്നാരമോനിപ്പോ വരില്ലേ, അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. അതല്ല മോളെ, എനിക്കിപ്പോ നിന്നെ ഓർക്കുമ്പോഴാ പേടിയാവുന്നു. ഒരു ദിവസം അവര് നിന്നെയും തള്ളിപ്പറഞ്ഞാലോ? നീ ഞങ്ങളുടെ ആരുമല്ലല്ലോ. സാരില്ല അമ്മച്ചി, എല്ലാം ശരിയാവും. ഒരു വേലക്കാര് സാധനങ്ങൾ തരാതിരിക്കില്ല. ഇപ്പൊ അതൊന്നും ഓർത്ത് അമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചി വന്നേ, ഭക്ഷണം കഴിക്കാം. എന്താ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? സന്തോഷിക്കല്ലേ വേണ്ടത്. എങ്ങനെ സന്തോഷിക്കാനാ മോളെ? ജോയിമോന്റെ കത്ത് വന്നേ അന്ന് മുതൽ ഇവിടെ സ്വത്തിന്റെ തർക്കവാ. രക്തബന്ധത്തിനും അപ്പുറത്താണിപ്പോ പണത്തിന്റെ ബന്ധം. എനിക്ക് ഇവളുടെ കാര്യം ഓർക്കുമ്പോഴാദ്യം ഇവളെ ഇവരും തള്ളിക്കളഞ്ഞാലോ? എത്ര കല്യാണാലോചനകൾ അപ്പച്ചൻ കൊണ്ടുവന്നത്. എന്നിട്ടെന്താ, ഒന്നിനും നീ സമ്മതിച്ചില്ല. അപ്പച്ചനും അമ്മച്ചി എന്നെ ഓർത്ത് വിഷമിക്കണ്ട. എല്ലാരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് അമ്മച്ചി പറയാറില്ലേ? എന്നെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി കാണും. അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചും പോയപ്പോ ഞാനും പോവേണ്ടതല്ലേ? മോളെ, നീ എന്തൊക്കെയായി പറയണേ? അല്ല അമ്മച്ചി, കടം കയറി അപ്പച്ചനും അമ്മച്ചിയും വിഷം കഴിച്ചപ്പോ എനിക്ക് നന്നല്ല ഒരു പങ്ക്. പക്ഷെ ജീവന്റെ ഒരു തുടിപ്പ് ഇവിടുത്തെ അപ്പച്ചൻ കണ്ടോണ്ടല്ലേ ഞാൻ ഇന്നും ജീവിക്കുന്നത്. ജോയിമോൻ വരട്ടെ, നിനക്ക് പറ്റിയ ഒരുത്തനെ കണ്ടുപിടിക്കാൻ അവനോട് പറയണം. ഈ അപ്പച്ചനെയും അമ്മച്ചിനെയും വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ലെങ്കിലോ? അപ്പച്ച, ഇന്ന് രണ്ടിലൊന്നും അറിയണം. സ്വത്ത് ഭാഗിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ സ്വത്ത് ഞാൻ ഭാഗിക്കുന്നില്ല. ജോയിമോനും കൂടെ വരട്ടെ. ഇതുവരെ എവിടെയായിരുന്നു ഈ മോൻ? ഇപ്പൊ അവൻ മാത്രം മതിയെന്നായോ? നിങ്ങളെല്ലാവരും എന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു. അവൻ ചെറുപ്പത്തിലെ പോയതല്ലേ. എന്തു പറഞ്ഞാലും സ്വത്ത് ഇപ്പൊ ഭാഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഉണ്ടായേ പറ്റൂ. എന്താ മക്കളെ ഈ ഒച്ചപ്പാട്? വേറെ ആരുമല്ലല്ലോ, നിങ്ങളുടെ ചേട്ടനല്ലേ ഈ വരുന്നത്. ചേട്ടനെ നിങ്ങൾ സ്നേഹിക്കല്ലേ വേണ്ടത്. തെണ്ടി തിരിഞ്ഞു വരുന്നവർക്കൊക്കെ ചേട്ടൻ എന്ന സ്ഥാനം കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല. എത്രയും പെട്ടെന്ന് സ്വത്ത് ഭാഗിച്ചേ പറ്റൂ. അതാ ഞങ്ങളുടെ തീരുമാനം. വാ വാ ചേട്ടാ, ദേ നമ്മുടെ ബോസ് വന്നിരിക്കുന്നു. ഹായ്, വെൽക്കം. അപ്പച്ചന്റെ 65ാം പിറന്നാൾ ആഘോഷത്തിന്റെ പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നടക്കട്ടെ, നല്ല കാര്യം. വാ. ഹായ് സാർ. ഹലോ. ഇതിനു വേണ്ടിയായിരിക്കും നേരത്തെ ലീവ് എടുത്തു പോകുന്നത്, അല്ലേ ജെയിംസ്? അതെ സാർ. ഉം. ഇത് അപ്പച്ചനും അമ്മച്ചിയാ.
ഞാനയച്ച കൊന്ത കിട്ടിയില്ലേ? ജോയിമോൻ, എന്റെ ജോയിമോൻ, മോനെ, എന്റെ പൊന്നു മോനെ, അപ്പച്ച മോനെ, എന്റെ പൊന്നു മോനെ, നീ എവിടെയായിരുന്നു ഇത്ര കാലം? എന്റെ മോനെ, ഞാൻ വരുന്ന പൂരം നിങ്ങളിലേറെ പരിഭ്രാന്തി പരത്തിയല്ലേ? ഇവിടുത്തെ ഓരോ ചലനവും മോളിക്കുട്ടിയുടെ കത്തിലൂടെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഒരാൾ കൂടി വന്നാൽ കിട്ടുന്ന പങ്ക് കുറയുമെന്ന ആശങ്ക. ഒരു പിടി മണ്ണിന് ലക്ഷങ്ങളുടെ വിലയല്ലേ? ഞാൻ ഒരിക്കലും രക്തബന്ധത്തെ പണം കൊണ്ട് അളന്നിട്ടില്ല. പക്ഷേ നിങ്ങളത് ചെയ്തു. അതെന്റെ മനസ്സിനെ വല്ലാതെ തളർത്തി കളഞ്ഞു. എന്റെ ദൈവമേ, നീ എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നല്ലോ. നിനക്ക് നന്ദി, 1000 നന്ദി. നമ്മുടെ കാഴ്ചകളെല്ലാം പണക്കെട്ടുകളിലായിരുന്നു. നമ്മുടെ ഈ സൗഭാഗ്യമൊക്കെ ചേട്ടൻ്റെ വീർപ്പ് മൂലമല്ലേ? ചേട്ടൻ വരുന്നതറിഞ്ഞ് നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതൊക്കെ എത്ര മഹാപാപം. നമുക്ക് ചേട്ടനോട് മാപ്പ് പറയാം. അതെ, ചേട്ടൻ പറഞ്ഞു ശരിയാ. നമുക്ക് ചേട്ടനോട് മാപ്പ് പറയാം. ആരും എന്നോട് മാപ്പൊന്നും പറയണ്ട. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. തിരിച്ചറിവിന്റെ മനസ്സാണ് ജീവിതത്തിന്റെ ആധാരം. ദാ, നിങ്ങൾ ജോലി ചെയ്തിരുന്ന കമ്പനികൾ ഇനി നിങ്ങൾ തന്നെ നോക്കി നടത്തിയാൽ മതി. എല്ലാം നിങ്ങളുടെ പേരിലേക്ക് ആക്കിയിരിക്കുന്നു. കിട്ടാത്തതും കൊടുക്കാത്തതുമായ ഒരുപാട് സ്നേഹമുണ്ട് എനിക്കിവിടെ പങ്കുവയ്ക്കാൻ. ഇനിയുള്ള കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വാ, മോളിക്കുട്ടി ഇന്ന് സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഇവളാണമ്മേ എന്നിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വളർത്തിയത്. ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവളുടെ കത്തുകൾ എനിക്ക് പിടിവള്ളിയായിട്ടുണ്ട്. ഇവളുടെ എല്ലാ കത്തിലും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. മാതാവിന്റെ കൊന്തയെല്ലാം ഒരിക്കലും മറക്കരുത്. എത്ര തിരക്കിലായാലും ഞാൻ ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. 25 വർഷത്തെ സ്വപ്നങ്ങളുണ്ടമ്മേ ഞങ്ങളുടെ മനസ്സിൽ. അമ്പടി കള്ളേ, ഇതാണല്ലേ ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ടെന്ന് നീ പറയാറ്. ഈ ദമ്പതി വർഷത്തിൽ തന്നെ അപ്പച്ചനോട് പറഞ്ഞ് നിങ്ങളുടെ കല്യാണം നടത്തിത്തരും. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻപുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻപുറിയണിയുന്നു. ദാമ്പത്യത്തിൻ വെള്ളിത്തേരിൽ പുത്തൻ മണവാട്ടി, സ്വപ്നം പോലെ മുന്നേറി നീ മണവാളനൊപ്പം. 1000 കിനാക്കളോടെ 1000 പ്രതീക്ഷയോടെ ജീവിതം പ്രകാശമാക്കും. 1000 കിനാക്കളോടെ 1000 പ്രതീക്ഷയോടെ ജീവിതം പ്രകാശമാക്കും. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകൊടിയുയരുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകൊടിയുയരുന്നു. എട്ടടുക്കുള്ള മാളികയേക്കാൾ തമ്മിൽ വിട്ടുവിജയം വിനയം. മോളിക്കുട്ടിക്ക് അന്ന് ആ സ്കൂൾ വിട്ടുവന്ന ദിവസം ഓർമ്മയുണ്ടോ?
ജോയി ചേട്ടാ നോക്കിയേ എന്തോരം പേരയ്ക്ക ഒരെണ്ണം പറിച്ചു തരുമോ? ഓടി വേണ്ടേ, ആ ശങ്കരൻ നായർ കണ്ട ഓടിക്കും. അതിന് അയാളിപ്പോ പാടത്താവും പശുവിനെ തീറ്റാൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറി അണിയുന്നു.